കടന്നു വരുന്നത് മനോഹരമായൊരു വെള്ളിയാഴ്ച രാവാണ്. ഈ രാവിലെ സൂറത്തു യാസീൻ നമ്മളിന്ന് പറയുന്നത് പോലെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഏതാഗ്രഹവും അള്ളാഹു സാധിപ്പിച്ചു തരും. അത്ഭുതകരമാം വിധം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. എങ്ങനെയാണ് യാസീൻ എന്ന് ഓതേണ്ടത് അത് നമുക്കൊന്ന് പഠിക്കണം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ അതിസുന്ദരമായ ഒരു ഇസ്മു കൂടെ നമുക്കിന്ന് പരിചയപ്പെടാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത, നമ്മൾ കാത്തിരിക്കുന്ന വലിയ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ, ഹലാലായ അത്തരം കാര്യങ്ങൾ, അത്തരം ആഗ്രഹങ്ങൾ നടത്താൻ ഈ ഇസ്മ നമ്മൾ പറയുന്ന എണ്ണം ഒന്ന് ചൊല്ലി നോക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കതിൽ മാറ്റം കണ്ടെത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, ഉത്തരം കമൻറ്റ് ചെയ്യുക. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായ ഒരു വ്യാഴാഴ്ചയുടെ പകല് കടന്നു വരുന്നത് ഒരു വെള്ളിയാഴ്ച രാവ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം വളരെയേറെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് നമ്മുടെ നന്മ തിന്മകളെയൊക്കെ ഉയർത്തുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ടാണ് നോമ്പുകാരനായിരിക്കെ അമലുകൾ ഉയർത്തപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ആ നോമ്പുകാരനായിരിക്കും നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉയർത്തപ്പെടുന്ന അവസരത്തിൽ അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവരാകാൻ നമുക്ക് കഴിയും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം വ്യാഴാഴ്ച അസറിന് ശേഷം നഖം വെട്ടുക, പിന്നെ അതുപോലെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുക. സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നൊരു മനോഹര ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ നമ്മൾ പറയണത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഓതേണ്ട സൂറത്ത് യാസീനിനെ കുറിച്ചാണ്. എല്ലാ രാത്രിയിലും യാസീൻ ഓതുന്നവരുണ്ട്. പക്ഷേ ആ പണ്ടത്തെ ഒരു യാസീനോത്തും മറ്റ് സൂറത്തുകൾ ഓതുന്നതും ഒക്കെ കുടുംബത്തിൽ നിന്ന് അകന്നുപോയ ധാരാളം ആളുകളുണ്ട്. അവരതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊരു സമാധാനമില്ല, എപ്പോഴും നെട്ടോട്ടാണ്, ഒരു കാര്യത്തിനും പൈസ തികയുന്നില്ല, ഒരു ബറക്കത്തില്ലായ്മ അവരിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെയൊക്കെ ഒരു കാരണം കുടുംബത്തിലെ യാസീനും അതുപോലെ തന്നെ സ്വലാത്തും ദിക്റും ഒക്കെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു തന്ന വലിയൊരു സമ്മാനമാണ്. വെള്ളിയാഴ്ചയുടെ രാവും പകലുമൊക്കെ അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മളെ. സ്വബാഹുൽ ഖൈറിലിരുന്ന് നമ്മൾ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ദാ മുത്തി നബിയേ സ്വബാഹുൽ ഖൈർ എന്ന സദസ്സിലിരുന്ന് സ്വലാത്ത് ചെല്ലുന്നവരൊന്ന് നോക്കിയേ, മുത്തുനബി തങ്ങൾ കാണുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ സൂറത്തു യാസീൻ, എന്താണ് യാസീൻ ഇത്ര വലിയ പ്രത്യേകത? വെള്ളിയാഴ്ച രാവിലെ ഓതേണ്ട സൂറത്തുകൾ പറയുമ്പോൾ നമ്മൾ സൂറത്തുൽ കഹ്ഫൊക്കെ പറയും. പക്ഷേ മറ്റു പല സൂറത്തുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയാത്തത് കൊണ്ടാണോ ഇല്ല അറിഞ്ഞിട്ട് ഓതാത്താണോ എന്നറിയാൻ പാടില്ല. വളരെ മഹത്വമാണ് വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് യാസീൻ ഓതുന്നതിനുള്ളത്. സൂറത്ത് യാസീൻ്റെ മറ്റൊരു പേരെന്താണെന്നറിയോ? സൂറത്തുൽ ഖാളിയ എന്നാണ്. ഖാളിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന സൂറത്താണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പ്രയാസങ്ങൾ നീങ്ങാനുണ്ട്, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുണ്ട്, ഒരുപാട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. വെള്ളിയാഴ്ച രാവിൽ സൂറത്തു യാസീൻ ഓതിക്കോ, സൂറത്തു യാസീൻ ഓതിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ വലിയ തൗഫീക്ക് നൽകുമെന്നാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, വെള്ളിയാഴ്ച രാവിലെ ഒരു മനുഷ്യൻ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം വെളുക്കുമ്പോഴേക്ക് അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുത്തിട്ടുണ്ടാവും. അവൻ്റെ പാപങ്ങളൊക്കെ പഠിച്ചു നേരം വെളുക്കുമ്പോഴത്തേക്ക് അങ്ങ് പുറത്തു കൊടുക്കുന്നേ. അപ്പോൾ എത്ര വലിയ മഹത്വമാണ് സൂറത്ത് യാസീനുള്ളത്. ഒരൊറ്റ യാസീൻ മഗ്‌രിബിന് ശേഷം ഓതിയാൽ മതി. വെള്ളിയാഴ്ച രാവല്ലേ, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതി തീർത്താൽ മതി. എന്നിട്ട് കടന്നുറങ്ങുക. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേക്ക് നമ്മുടെ ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു സൂറത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാസീനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? സൂറത്തു യാസീൻ ലിമാ ഖുരിഅത് ലഹു. നിങ്ങൾ എന്താഗ്രഹിച്ചുകൊണ്ട് ഈ സൂറത്ത് യാസീൻ ഓതിയാലും അള്ളാഹു അത് വീട്ടിത്തരും. അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ 2 ബോധ്യങ്ങൾ ഉണ്ടാകണം. ഇന്ന് ഏറെ മഹത്തരമായ വെള്ളിയാഴ്ച രാവാണ്. മറ്റൊന്ന്, എന്ത് ആഗ്രഹിച്ചോതിയാലും നടക്കുന്ന സൂറത്ത് യാസീനാണ് ഞാൻ ഓതാൻ പോണത്. അപ്പോൾ ഈ 2 നെയ്യത്ത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മുടെ ആഗ്രഹമെന്ന് മനസ്സിലാക്കി അത് മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് നിർത്തി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പടച്ചോൻ്റെ വജ്ഹും അത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഒന്ന് പാരായണം ചെയ്തു നോക്കിയേ.
ഈ രാവിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈ സൂറത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് നൽകുമെന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ നിയ്യത്ത് നന്നാകണം. അല്ലാഹു എനിക്ക് പാപങ്ങളൊക്കെ പുറത്തു തരണം എന്നുള്ള നിയ്യത്ത് വേണം, എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറണം എന്നുള്ള നിയ്യത്ത് വേണം. ആ നിയ്യത്തുകളൊക്കെ അല്ലാഹു സാധിപ്പിച്ച് തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മളൊരു ഇസ്മിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഏതാണ് ആ ഇസ്മ? ഒരു അത്ഭുതം നിറഞ്ഞൊരു ഇസ്മാണിത്. ഈ ഇസ്മ കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, അത്ര അത്ഭുതകരമായൊരു ഇസ്മ. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും, ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 129 പ്രാവശ്യം, എത്ര തവണയാണ്? 129 ഇല്ലേ, 129 തവണ യാ ലത്തീഫ് എന്ന് ചൊല്ലിയാൽ, യാ ലത്തീഫ് എന്ന് ചൊല്ലിയാൽ നിനക്കത് മതി. 5 വക്ത് നിസ്കാര ശേഷം, നിസ്കാരത്തിൻ്റെ ദിക്റുകളും ദുആകളൊക്കെ കഴിഞ്ഞിട്ട് പതി അവിടെ ഇരുന്ന് ഖിബ്ലക്ക് അഭിമുഖമായിരുന്നിട്ട് 129 തവണ യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് ചൊല്ല, വിരോധമൊന്നുമില്ല. അല്ലെങ്കിൽ യാ ലത്തീഫ് എന്ന് മാത്രം ഓതിയാലും മതി എന്നാണ്. അതിനുശേഷം ആ 129 തവണ നമ്മൾ ഓതൂലേ, ഓതി കഴിഞ്ഞിട്ട് സൂറത്ത് ശൂറയിലെ 19ാമത്തെ ആയത്ത് കൂടെ ഒന്ന് പാരായണം ചെയ്യാം. സൂറത്ത് ശുഅറ അല്ല, 2 തരം സൂറത്ത് ഉണ്ട് അല്ലേ, സൂറത്ത് ശുഅറ ഉണ്ട്, സൂറത്ത് ശൂറയുണ്ട്. സൂറത്ത് ശൂറയിലെ 19ാമത്തെ ആയത്ത് ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമകളോട് ഏറെ ദയയുള്ളവനാണ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ ദയാവായ്പുള്ള റബ്ബാണ്. ഏറ്റവും കൂടുതൽ നമ്മളോട് ദയ കാണിക്കണത് ആരാണ്? അള്ളാഹു തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം അതിന് മാത്രം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടും നമ്മളിങ്ങനെ പടച്ച റബ്ബ് പരിഗണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നമുക്ക് വേണ്ടതൊക്കെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അല്ലാഹു ലതീഫും ബിഇബാദിഹി, അവൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ ദയയുള്ളവനായ അല്ലാഹ്, യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്ന റബ്ബാണ് അവൻ. നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ ചെറുതാന്നേ, കണക്കില്ലാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്നവനായ തമ്പുരാൻ. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ പ്രതാപശാലിയും എല്ലാത്തിനും കഴിയുന്നവനായ തമ്പുരാനാണ്. വഹുവൽ ഖവിയ്യുൽ അസീസ്. അപ്പോൾ 5 വക്തിന് ശേഷം 129 തവണ യാ ലത്തീഫ് എന്ന ഇസ്മും അതിനുശേഷം സൂറത്ത് ശൂറയിലെ 19ാമത്തെ ആയത്തും കൂടെ ഒന്ന് പാരായണം ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് എഴുന്നേൽക്കാനാണ്. അതിന് വലിയ മഹത്വമുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മിന് വലിയ മഹത്വമുണ്ട് എന്നാണ്, ചെറിയ മഹത്വമൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ എന്ത് ലക്ഷ്യവും സാക്ഷാത്കരിക്കാനുള്ള വലിയ പവർ അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ദയ നേടാൻ, പടച്ചോൻ്റെ കാരുണ്യം നിനക്ക് വേണോ, അള്ളാഹിൻ്റെ നോട്ടം നിനക്ക് വേണോ, യാ ലത്തീഫ് പതിവാക്കിയാൽ മതി എന്നാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ മനസ്സിൽ ഒരുപാട് നാളത്തൊരു സ്വപ്നമുണ്ട്, നടക്കൂല നമ്മൾ വിചാരിക്കണ ഒരു കാര്യം. ചിലർ പറയാറുണ്ട്, ഉസ്താദേ എനിക്കിഞ്ഞും മക്കളൊന്നും ഉണ്ടാവില്ല. എന്തിനാ? പ്രതീക്ഷ കൈവിടല്ലേ? അള്ളാഹു എല്ലാത്തിനും മുകളിലല്ലേ, അവനറിയാത്തതായിട്ട് വല്ലതുണ്ടോ ഇല്ലേ? അവൻ മാറ്റിമറിക്കുന്നവനാണെല്ലാം. ആ റബ്ബ് നമ്മളെ കൈവിടൂല എന്നുള്ള ബോധ്യത്തിൽ എത്ര വലിയ ആഗ്രഹവും, അതായത് നാളെ ജപ്തിയുടെ വക്കീലാണ്, അത് മാറിപ്പോണം, അങ്ങനെ എന്ത് പ്രശ്നമാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ, ആ മുറാദ് ഹാസുലാകാൻ ഒരു കാര്യം ചെയ്യണം. 16,641 തവണ 16,641 16,641 തവണ യാ ലത്തീഫ് എന്ന് ചൊല്ലിത്തീർത്താൽ ഏത് ഉദ്ദേശവും അള്ളാഹു നടത്തിത്തരും. ഏതുദ്ദേശവും അള്ളാഹു നടത്തിത്തരും എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇത് ചൊല്ലുന്ന സമയത്ത് ഖിബ്ലക്ക് അഭിമുഖമായി വുദൂയോടുകൂടെ ഇരുന്ന് ചൊല്ലുക. അത് നിന്നാലും കുഴപ്പമൊന്നുമില്ല, ഇരിക്കാം, നിൽക്കാം, നടക്കാം, പക്ഷെ ഖിബ്ലയിൽ നിന്ന് തെറ്റാതെ മനോഹരമായി ചൊല്ലിത്തീർക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇനി മറ്റൊരു കിതാബിൽ ഇങ്ങനെ കാണാം, ഇമാം യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് 133 തവണ. ഇനിയിപ്പോൾ ഇത് ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുന്നില്ലേ? അതായത് 5 വക്തിന് ശേഷം 129 തവണ ചൊല്ലാൻ പറ്റണില്ല, വലിയ പ്രയാസം വരുമ്പോൾ 16,000 തവണ ചൊല്ലാൻ പറ്റണില്ല. ശരി, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇത് പതിവാക്കേണ്ട ഇസ്മ എന്ന നിലക്ക് 133 തവണ എല്ലാ ദിവസവും ഓദിക്കും. ഇന്ന സമയമെന്നില്ല, 133 തവണ. ഇപ്പോൾ സുബഹി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത്, സുബഹി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുക, മഗ്‌രിബിന് ശേഷമാണോ, അങ്ങനെ 133 തവണ എല്ലാ ദിവസവും പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ, നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ അത് തട്ടിമാറ്റും, വലിയ നേട്ടങ്ങളെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം, നിങ്ങൾ ഒരു രോഗിയുടെ അടുക്കൽ പോയി 133 തവണ യാ ലത്തീഫ് എന്ന് ഓതി കഴിഞ്ഞാൽ ആ രോഗിക്ക് ശമനം ലഭിക്കും.
നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ ആരും മൈൻഡ് ചെയ്യണില്ല, ആ ഒരു ബോധമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യാ ലത്തീഫ് ചൊല്ലിക്കോ. ദയാവായ്പ ചെയ്യുന്നവനായ അല്ല, ഏറ്റവും കൂടുതൽ നമ്മളോട് ദയയുള്ളവനായ അല്ല, അവൻ്റെ ദയ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പോൾ 133 തവണ മനസ്സറിഞ്ഞ് ചോദിക്കോ, ടെൻഷൻ മാറും. ഇനി സാമ്പത്തിക പ്രയാസം ഉണ്ടോ, 133 തവണ ചൊല്ലിക്കോ, എല്ലാ ദിവസവും പതിവാക്കിക്കോ. നമ്മളറിയാതെ നമ്മുടെ സാമ്പത്തിക പ്രയാസമൊക്കെ മാറ്റിത്തരുമല്ല. നമ്മൾ രോഗിയാണോ, എല്ലാ ദിവസവും 133 പതിവാക്കിക്കോ. നമ്മുടെ രോഗം പതിയെ പതിയെ മാറിപ്പോകുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ചില എണ്ണമിട്ട് മഹാന്മാർ പറയുന്നുണ്ട്. ഒന്നാമത്തത്, ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് യാ ലത്തീഫ് പതിവാക്കുന്നവർക്ക് രക്ഷ നേടാൻ കഴിയും. അത് ജിന്നാകട്ടെ, ശൈത്വാനാകട്ടെ, മനുഷ്യനാകട്ടെ, ആരുടെ ഉപദ്രവമാണോ നിങ്ങൾക്ക് നേരെ വരുന്നത്, ആ ഉപദ്രവത്തെ യാ ലത്തീഫ് എന്ന ഇസ്മ തട്ടിമാറ്റും. മറ്റൊന്ന്, രണ്ടാമത്തേത്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കും. പ്രത്യേകിച്ച് ഭാര്യമാരാണ് ഈ ഭർത്താക്കന്മാരുടെ അടുക്കൽ, അമ്മായിയമ്മയുടെ അടുക്കൽ, അതുപോലെ പൊതുജനങ്ങൾക്കിടയിൽ നിങ്ങൾ നല്ല മനുഷ്യനായിരിക്കും, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും. തിരിച്ച് ഭർത്താക്കന്മാരും, ഞാൻ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, ഭാര്യ ഭർത്താവെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. മൂന്നാമത്തേത്, സാമ്പത്തികമായ ഐശ്വര്യം ലഭിക്കും. ഒരുപാട് വലിയ കൂടീശ്വരനാക്കുന്നല്ല ഞാൻ ഈ പറയണത്, ഉള്ളതിനൊരു ബറക്കത്ത് ലഭിക്കും. ഹലാലായത് സമ്പാദിക്കണം, അത് വേറെ വിഷയം. ചില ആളുകൾ ഹലാൽ സമ്പാദിച്ചാൽ ഒരു സമാധാനം കിട്ടണില്ല, ബറക്കത്തില്ല എന്നാണ് പറയുക. യാ ലത്തീഫ് പതിവാക്കിയോ, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നാലാമത്തേത്, കടങ്ങളല്ല വീട്ടിൽ തരും. കടങ്ങൾ വീടാൻ യാ ലത്തീഫ് എന്ന ഇസ്മു മതി എന്നാണ്. അഞ്ചാമത്തേത്, ടെൻഷനും ഡിപ്രഷനൊന്നും ഉണ്ടാവില്ല. ദയുള്ളവനായ അള്ളയാണെന്നുള്ള ബോധ്യത്തിൽ, എന്നോട് ദയ കാണിക്കാൻ എൻ്റെ റബ്ബല്ലാതെ ആരാണുള്ളത് എന്നുള്ള ബോധ്യത്തിൽ യാ ലത്തീഫ് ചൊല്ലി നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല. ആറാമത്തേത്, നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിൽ 133 തവണ യാ ലത്തീഫ് ചൊല്ലി ഇറങ്ങിക്കോ, ആ യാത്ര സുരക്ഷിതത്വം ലഭിക്കുന്ന യാത്രയായിരിക്കും, അള്ളാൻ്റെ കാവൽ ലഭിക്കും. ഏഴാമത്തേത്, ആരോഗ്യവും യുവത്വവും നിലനിൽക്കും. അതിനുവേണ്ടിയല്ലേ ഇത്രയും പൈസയൊക്കെ ആൾക്കാർ ചിലവാക്കണത്, ആരോഗ്യത്തിന് വേണ്ടി. മറ്റൊന്ന് യുവത്വം. എനിക്ക് വയസ്സായി എന്ന് പറയുന്നത് ഇഷ്ടമല്ല, എൻ്റെ മുമ്പൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ട് യുവതിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ യുവാവായിട്ടിരിക്കണം എന്നാണ്. യാ ലത്തീഫ് പതിവാക്കിക്കോ എന്നു. യാ ലത്തീഫ് പതിവാക്കിയിട്ട് 3 നേരം മട്ടൻ ബിരിയാണി അടിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം യാ ലത്തീഫ് പതിവാക്കുകയും ചെയ്യാം. എട്ടാമത്തേത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇടുക്കത്തിൽ പെട്ടുപോയാൽ അവിടെ നിന്ന് അള്ളാഹു കാവൽ തരും. ഒരു ഞെരുക്കം, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ടെൻഷനാകട്ടെ, ഡിപ്രഷനാകട്ടെ, ഒരു ശാരീരികമോ മാനസികമോ എന്ത് ഇടുക്കമായിക്കോട്ടെ, അള്ളാഹു യാ ലത്തീഫ് എന്ന ഇസ്മ കൊണ്ട് കാവൽ തരും. മറ്റൊന്ന്, ഭയമില്ലാതെയാകും. പലർക്കും എല്ലാത്തിനോടും ഭയമാണ്, മനുഷ്യരെ മൃഗങ്ങളെയൊക്കെ ഭയമാണ്. ആ ഭയം അള്ളാഹു റബ്ബുൽ ആലമീൻ മാറ്റിത്തരും. അങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലങ്ങളുണ്ട്. അപ്പോൾ ഈ കടന്നു വരുന്ന വെള്ളിയാഴ്ച രാവിലെ യാസീൻ എന്തായാലും ഓതണം. ഇനിയിപ്പോൾ കടന്നു വരുന്ന ലുഹർ മുതൽ കഴിയുന്നവരൊക്കെ യാ ലത്തീഫ് പതിവാക്കണം. ഓരോ വക്തിനും 129 ഓതാൻ പറ്റിയില്ലെങ്കിൽ ഡെയിലി 133 തവണയെങ്കിലും ഇത് പതിവാക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഇസ്മു കൊണ്ട്, ഈ സൂറത്ത് കൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ വലിയ മാറ്റങ്ങൾ ആസ്വദിക്കാൻ ഈ സ്വബാഹുൽ ഖൈറിലൂടെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു സ്വീകരിക്കട്ടെ. ചോദ്യം, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ്? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ്? പേര് കമൻറ്റ് ചെയ്യുക. ഏറ്റവും അർഹരായവരിലേക്ക് അള്ളാഹു സമ്മാനം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, മനസ്സറിഞ്ഞാമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ഖൈറായ മഴ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് പ്രയാസകരമാകുന്നതിനെ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. പടച്ചോനെ, എല്ലാ നല്ല അമാലുകളും ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. നിൻ്റെ ദയയല്ലാതെ, നിൻ്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല അല്ലാ. യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. ലത്തീഫായ, ഔദാര്യവാനായ, ദയയുള്ളവനായ തമ്പുരാനെ, പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തിൽ വന്ന് ഇത് കാണുന്നവർ, ഇതിൽ കമൻറ്റ് ചെയ്യുന്നവർ, ഓരോരുത്തരുടെയും മനസ്സറിയുന്ന നാഥ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ജീവിതോപാധികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങളൊക്കെ ഏറ്റെടുക്കണേ അല്ലാ. മക്കളെ നൽകണേ അല്ലാ. ഉള്ളതിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ.
പടച്ചവനെ പലരും യാത്ര പോകാനിരിക്കുന്നവർ, വിദേശത്ത് പോകാനിരിക്കുന്നവർ, തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമായ റബ്ബേ, പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകൾ മറ്റു ഇടങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിൽ നടത്തണേ അല്ലാ. ഇണകൾ, സന്താനങ്ങൾ നന്നായി കാണാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നൽകണേ അല്ലാ. എത്രയെത്ര രോഗികളാണ്, നീ പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. പടച്ചവനെ മാരക രോഗങ്ങൾ ചെന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ തുടങ്ങി പല ആളുകളും ഖബറിലാണ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പുണ്യഭൂമിയിലൊന്ന് വന്നണയാൻ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാ. അമലുകളെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته.